എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ ഫേസ്ബുക്ക് ലൈവിൽ വരാനുള്ള പ്രത്യേക ഒരു സാഹചര്യം എന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഭക്തജനങ്ങൾ അറിയാൻ വേണ്ടി അവരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ ലൈവിൽ വരുന്നത്. എൻ്റെ ഒരു ഹരി കരുനാഗപ്പള്ളി എന്നാണ്. എൻ്റെ തൊട്ടടുത്ത്, അതായത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്. ഞാനത് പലപ്പോഴും ഫേസ്ബുക്കിനകത്തൂടെ ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾക്കെതിരായിട്ടും അവർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരായിട്ടുമൊക്കെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കോഴിക്കോട്, കരുനാഗപ്പള്ളി കോഴിക്കോട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്ന അമ്പലത്തിലെ കുറേ ഭരണസമിതി ആളുകളുടെ, അതായത് കുറച്ച് നാളുകൾ കൊണ്ട് വിശ്വാസികളല്ലാത്ത, എന്നാൽ ആളുകളുടെ മുന്നിൽ ഞങ്ങളങ്ങ് എല്ലാം തികഞ്ഞ വിശ്വാസികളാണെന്ന് ബോധ്യപ്പെടുത്തി ആളുകളുടെ, ഭക്തജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന കുറേ ഭരണസമിതിയിലെ ആൾക്കാരുടെ വൃത്തികെട്ട രീതികളാണ് ഞാനിവിടെ തുറന്നു കാട്ടുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പല സന്ദർഭങ്ങളിലും ഈ ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടന്നിട്ടുണ്ട്. അത് 2-3 കാര്യങ്ങൾ ഞാൻ നേരത്തെ ഇവിടെ ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 പ്രധാന കാര്യങ്ങൾ, ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കാരണം എന്ന് പറയുന്നത്, ഇവിടെ നമുക്കറിയാം എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉത്സവബലി എന്ന് പറയുന്നൊരു ചടങ്ങ് നടത്താറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇടയ്ക്ക് ഉത്സവം കഴിഞ്ഞിട്ടിപ്പം ഏകദേശം ഒരു 4-5 മാസമായി കാണും. അന്ന് എനിക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് അന്ന് അതിനെതിരായിട്ട് എനിക്ക് ലൈവ് ഇടാൻ പറ്റാഞ്ഞത്. കാരണം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില യാത്രകളിലൊക്കെ ആയിരുന്നുകൊണ്ടാണ്. അപ്പം ആ കൂട്ടത്തിൽ ഞാൻ അതുകൂടെ അങ്ങ് പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്സവബലി ചടങ്ങ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഭൂതഗണങ്ങൾക്ക് നമ്മൾ ഇതുപോലെ ഉത്സവമായി ബന്ധപ്പെട്ട് അവർക്ക് ഈ നിവേദ്യം തയ്യാറാക്കി ഭഗവാന്റെ ആ ഒരു സാന്നിധ്യത്തിൽ നേദിക്കുന്ന ചടങ്ങാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്കവാറും ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി ഞാൻ പ്രതിപാദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ ഉത്സവ ബലി സമയത്ത്, കാരണം കഴിഞ്ഞ വർഷം ഞാനിത് പൊതുയോഗത്തിനകത്ത് ചോദ്യം ചെയ്തപ്പോൾ എന്നെ പൊതുയോഗത്തിൻ്റെ അംഗത്വത്തിൽ നിന്ന് റദ്ദ് ചെയ്ത കുറേ ആൾക്കാരെ, കുറേ കൊച്ചാട്ടന്മാരാണ് ഉള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ, ഞാനിത് പ്രതികരിക്കുമ്പോൾ ഇവർക്കാർക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല. എന്നാലും ഞാൻ പറയാനുള്ള കാര്യം പറയും. ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഈ ഉത്സവബലി സമയത്ത്, കാരണം അതിന് മുമ്പുള്ള ഭരണസമിതിക്കാർ ഈ ഉത്സവബലി ദർശന സമയമുണ്ട്. ഓരോ ക്ഷേത്രങ്ങളിൽ ഇതിൽ ദർശിക്കാനുള്ള ഒരു സമയം അനുവദിക്കുന്നുണ്ട്. ആ ദർശന സമയത്ത് മാത്രമാണ് സാധാരണ ഉത്സവബലി നമ്മൾ ആ ദർശനത്തിന് പങ്കെടുക്കുന്നത്. എന്നാൽ ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉത്സവബലി ചടങ്ങ് നടന്നുകൊണ്ട് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് ആ ദർശന സമയം തീരുന്നതിന് മുമ്പ് തന്നെ ധാരാളം ആൾക്കാരെ, ഭക്തജനങ്ങളെ അതിനകത്ത് തള്ളിക്കയറ്റി തിക്കും തിരക്കും ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പൊതുയോഗത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇയാൾ എന്തോന്ന് വെച്ചങ്ങ് ചെയ്യ്, ഇയാൾ നാട് നന്നാക്കാൻ നടക്കുന്ന, അതെ എന്നെ കൊണ്ടുവെക്കുന്ന കാര്യം ഞാൻ ചെയ്യും, പിന്നെയും ചെയ്യും. അതിനി എൻ്റെ പേരിൽ ഇവിടെ കള്ളക്കേസ് വരെ കൊടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രസിഡൻ്റായ സുരേഷ് പനക്കുളങ്ങര എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ആ ഒരു നിരപരാധിത്വം അവർക്ക് മനസ്സിലായി. ഞാൻ ലംഘിച്ചുകൊണ്ടാണ് അന്നും ഞാൻ വീഡിയോ ഇട്ടത്. അതവിടെ നിൽക്കട്ടെ. ഈ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്രാവശ്യം ഉത്സവബലി സമയത്ത് ഈ പറഞ്ഞതിൻ്റെ കണക്ക് ഏകദേശം ഒരു 10 മണി 10:30 ആയപ്പം ഉത്സവബലി തുടങ്ങി. ആ തുടക്ക സമയത്ത് തന്നെ കുറേ വൃദ്ധരായിട്ടുള്ള കുറേ ഭക്തജനങ്ങളെ, അതായത് സ്ത്രീകളാണത്. കാരണം അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ അമ്പലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ, നമ്മളെക്കാളുപരി, ചെറുപ്പക്കാരെക്കാളുപരി അവരായിരിക്കും ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത്. ചെറുപ്പക്കാർക്ക് വിശ്വാസം ഇല്ലെന്നല്ല, എന്നിരുന്നാലും വൃദ്ധരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ അതായത് ഈ ഉത്സവബലി ചടങ്ങ് നടന്നുകൊണ്ട്, പൂജാ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിലെ പ്രസിഡന്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഭരണസമിതിക്കാരൊക്കെ ഉണ്ട്. ഇവരുടെ ആരുടെ അറിവില്ലാതെ ഒരിക്കലും ഇതിനകത്ത്, ഈ ചുറ്റമ്പലത്തിനകത്ത് കയറി ഇരുന്നത് കാണാൻ അനുവദിക്കുന്നതല്ല.
എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള, അതായത് കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യമൊക്കെ ആ ഭരണസമിതിക്കാർ തന്നെയാണ് ഇരിക്കുന്നത്. അവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ജനങ്ങളെ തിക്കും തിരക്കും കൂട്ടി ഇതിനകത്ത് കയറ്റി പ്രവേശിപ്പിക്കുകയും, അതുപോലെ തന്നെ ഏറ്റവും വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ തൊട്ട് കിഴക്കേപ്പുറമുള്ള, അതായത് മെയിൻ ദർശനം, മെയിനായിട്ടുള്ള വാതിൽ അടച്ചിട്ട്, കാരണം ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് അടച്ചിട്ടേക്കുവാണ്, എന്നിട്ടാണ് ആരെയും കയറ്റാതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ അതൊക്കെ വെറും ശുദ്ധ അസംബന്ധമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻ, ആ ഒരു ഭാഗം മാത്രം ഇവർ അടച്ചിട്ടിട്ട് അമ്പലത്തിൻ്റെ തെക്ക് വശവും പടിഞ്ഞാറ് വശവും വടക്ക് വശവും വാതിലുണ്ട്. അത് ആർക്കും വന്ന് നോക്കാമെങ്കിൽ അറിയാം. ആ വാതിലിൽ കൂടി ആളുകളെ ഇതിനകത്ത് തള്ളിക്കയറ്റുകയും, അത് ഈ പറഞ്ഞ കണക്ക് സമയം ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെടുകയും, അപ്പോൾ അവിടെ നിന്ന തിരുമേനിമാർ പറഞ്ഞു, നിങ്ങളിങ്ങനെ തിക്കും തിരക്കും ഉണ്ടാക്കരുത്, ഇത് കഴിഞ്ഞിട്ടേ കയറാവുള്ളൂ. പക്ഷേ അവർ പറയുന്നത് അത് ഭരണസമിതിക്കാർ പറഞ്ഞില്ല, കയറിക്കൊള്ളാൻ എന്ന് പറഞ്ഞ് അവർ കയറി തിരക്കുണ്ടാക്കുകയും, അവിടെ ഭൂതഗണങ്ങൾക്ക് നേദിക്കാൻ വെച്ചിരുന്ന കുറച്ച് പടച്ചോറുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പച്ചരിയിട്ട് വെക്കുന്ന പടച്ചോറ്, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 30-35 കിലോ അരിയാണിത് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ അരി ചോറൊക്കെയായി നിവേദ്യ സമയത്ത് പൂജിക്കാൻ വേണ്ടി അവർ ഇലയൊക്കെ ഇട്ട് മറച്ച് തിരുമേനിമാരതിൻ്റെ ഭംഗിയായിട്ടെല്ലാം ചെയ്തു വെച്ചിരുന്നു. എന്നാൽ കുറച്ച് സ്ത്രീകൾ ഈ തിരക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ പടച്ചോറ്, ഒരു 4-5 പടച്ചോറുകളുണ്ട്, ഭഗവാന് ഭൂതഗണങ്ങൾക്ക് നേദിക്കാൻ വെച്ചിരുന്ന പടച്ചോറ് ചവിട്ടി തേച്ച് കളയുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. അതിന് ദൃക്സാക്ഷികളുണ്ട്. ആ ദൃക്സാക്ഷികളെ ഞാൻ അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ ഞാനിത് ലൈവിൽ കൊണ്ടുവരാം, ആവശ്യാനുസരണം അവരെ ലൈവിൽ കൊണ്ടുവരാം. ദൃക്സാക്ഷികളുണ്ട്. അവരന്നേരം പറയുകയും ചെയ്തു, എന്തൊരു അഹങ്കാരമാണ് ഈ കാണിക്കുന്നതെന്ന് പുറത്ത് നിന്ന് കണ്ടവരുണ്ട്. കാരണം ഈ വാതിലിൽ കൂടെ നോക്കിയപ്പോൾ ഈ 4-5 പടച്ചോറുകൾ, നേദിക്കാൻ വെച്ചിരുന്ന പടച്ചോറുകൾ ചവിട്ടി തേച്ചു. എന്നിട്ട് ഇവിടുത്തെ ഈ ഭരണസമിതിയിലെ സെക്രട്ടറിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഭരണാധികാരികളോ ഈ പറയുന്ന തന്ത്രിയോ, ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രത്തിലും തന്ത്രിയുണ്ട്, ഇവരൊക്കെ എന്ത് നടപടിയോടെടുത്ത്, എന്ത് പ്രായശ്ചിത്തയോടെ ചെയ്തു. അതുപോലെ തന്നെ അതിലുപരി ഇപ്പോൾ ഞാനിത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിഷയം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പറയുന്നത്, അത് അങ്ങനെ ഒരിക്കലും ചെയ്തുകൂടാത്തതാണ്, അത് ഭയങ്കര ദോഷമാണ്, നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഒക്കെ ദോഷം ഉണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് ആ കാട്ടിയത്. പ്രായശ്ചിത്തം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല. എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ അവർ ഈ ചവിട്ടി ചോറാണ് വീണ്ടും ഭഗവാന് നേദിച്ചത്. അതുപോലെ തന്നെ ഒന്നാമത്തെ ആചാര ലംഘനം അതാണ്. പിന്നീട് ഇവിടെ കർക്കിടക മാസം നമുക്കെല്ലാവർക്കും അറിയാം, മിക്കവാറുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഔഷധക്കഞ്ഞി വിതരണമുണ്ട്. ഗ്രൂപ്പിനകത്തൊക്കെ ഇവിടുത്തെ ശാസ്താന ക്ഷേത്രത്തിൻ്റെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്തൊക്കെ ദേവസ്വം വാരിക്കോരി കണക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എങ്ങനെയൊക്കെയായാലും 8 പേര് 10 പേര് ഒരു ദിവസം കഞ്ഞി നടത്തുന്നുണ്ട്. പക്ഷേ 3 പേരുടെ കഞ്ഞിയാണ് ഇട്ട് വെക്കുന്നത്. ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3. ഈ 3 പേരുടെ കഞ്ഞി ഇട്ട് വെച്ചാൽ എങ്ങനെയാണ് അവിടെ തികയുന്നത്? 8 പേരുടെ ഉണ്ട്, 8 പേരുടെയും നടത്തണം. അത് ഭക്തജനങ്ങളെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അത് വന്നത്. പിന്നീട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ശനിയാഴ്ച മരണപ്പെട്ടു. കാരണം ക്ഷേത്രത്തിലെ രാവിലെ പൂജാകാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി ഒരു 11 മണിയോടുകൂടി കയറി കിടന്നതാണ്. സൈലൻ്റ് അറ്റാക്ക് ആണെന്നാണ് അറിയുന്നത്. അദ്ദേഹം മരിച്ച് കിടന്നത് ഒരു കുഞ്ഞുങ്ങൾ പോലും അറിഞ്ഞില്ല. അവിടെ അന്നേരം വായനയും നടത്തുന്നുണ്ട്, കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ആരവാണ് ഒരു സംശയം തോന്നി. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു സ്കൂട്ടറുണ്ട്, ഒരു 2 വീലർ. അതിനകത്ത് പുള്ളിക്ക് കുറേ ഈ നീലാഞ്ജനത്തിന് കിട്ടുന്ന തേങ്ങയും കാര്യങ്ങളും പുള്ളിക്ക് അവകാശപ്പെട്ടാണ്. പുള്ളി അത് കൊണ്ടുപോകാൻ വേണ്ടി റൂമുണ്ട്, അതിനകത്താണ് അദ്ദേഹം ഈ മരിച്ചു കിടന്നതായിട്ട് കണ്ടത്. എന്നിരുന്നാലും ഈ ക്ഷേത്രത്തിലെ ഭരണാധികാരികൾ ഇവനൊക്കെ എന്ത് വിവരമാണുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ അസംബന്ധം, തെമ്മാടിത്തരം തന്നെയാണ് ഈ കാട്ടിയിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തിയോ അല്ലെങ്കിൽ ക്ഷേത്ര കോമ്പൗണ്ടിലോ ആരെങ്കിലും മരിച്ചു കിടന്നാൽ ശുദ്ധികലശം എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ട്, അതിനുള്ള പരിഹാരക്രിയകൾ. ഈ ശുദ്ധികലശ ചടങ്ങുകൾ നടത്താതെ അന്ന് തന്നെ ഞാൻ അറിഞ്ഞത് തന്ത്രി വിളിച്ചു പറഞ്ഞ, ഈ തന്ത്രിക്ക് എന്താണ് ഈ ഇങ്ങനെ വിളിച്ചു പറയാനുള്ളൊരു പ്രവണത? അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഈ മേൽശാന്തിക്ക് പകരം ഒരു ശാന്തി അന്നേരം അവിടെ താൽക്കാലികമായിട്ട് വന്നായിരുന്നു.
ഇദ്ദേഹത്തെ ഇവിടെ ഈ 30-ാം തീയതി കഴിഞ്ഞ മാസം 30-ാം തീയതി അദ്ദേഹത്തെ മാറ്റാനിരുന്നതാണ്. കാരണം ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മലയാള മാസം 1-ാം തീയതി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസം 1-ാം തീയതിക്ക് തലേന്നോ ഈ പോറ്റിമാരെ മാറ്റുന്ന ഒരു പ്രവണതയാണ്. അതുപോലെ തന്നെ ഈ തിരുമേനി മരിച്ചു കിടന്നപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കണക്ക് അന്ന് ഉച്ചയ്ക്ക് വായനയൊക്കെ നിർത്തിവെച്ചു. അന്ന് വൈകിട്ട് തന്നെ ദീപാരാധന നടത്തി. ഏതെങ്കിലും ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ക്ഷേത്രം ശുദ്ധികലശം നടത്തിയിട്ടില്ല. എന്നിട്ട് തന്ത്രി പറഞ്ഞെന്ന് പറയുന്നു. എന്തുവാണെന്നൊന്നും അറിഞ്ഞില്ല, അത് സത്യമാണോ എന്നോ അറിയാൻ വയ്യ. തന്ത്രി പറഞ്ഞ് പകരം വന്ന മേൽശാന്തിയോട് പറഞ്ഞെന്ന് ഇച്ചിരി വെള്ളം എടുത്ത് തളിച്ചിട്ട് കുടഞ്ഞ് കയറിക്കൊള്ളാൻ. അങ്ങനെ വെള്ളം തളിച്ചിട്ട് കുടഞ്ഞു കയറാനാണ് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ. എന്നാൽ പിന്നെ ഇവിടെ ഞാൻ ഒരാളുടെ നേരത്തെ പ്രസിഡന്റിൻ്റെ പേര് പറഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ പേര് കേസ് വന്നതാണ്. കരുനാപ്പള്ളി സ്റ്റേഷനിൽ കേസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് അതിനകത്ത് കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായപ്പോൾ അവർ കേസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കക്ഷി ഈ പറയുന്ന ഈ മരണപ്പെട്ടുപോയ രമേശ് കെ നമ്പൂതിരി എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താതെ ഇവനൊക്കെ എന്ത് മിച്ചം ഉണ്ടാക്കാനാണ്? ആരെ ബോധിപ്പിക്കാനാണ്? ബാങ്ക് ബാലൻസ് ഇരിക്കുന്ന ഭഗവാന്റെ കാര്യങ്ങൾ നേരെ ചൊവ്വേ ചെയ്യാത്ത ഇവനൊക്കെ എന്ത് മിച്ചം ഉണ്ടാക്കിയിട്ട് എന്ത് ഗുണം? അകത്തിരിക്കുന്ന ആളെ നല്ലോണം നോക്കാതെ പുറത്ത് എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചിട്ട് യാതെങ്കിലും പ്രയോജനമുണ്ട്? ഒരു പ്രയോജനം ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഈ തിരുമേനി മരിച്ചു കിടന്നതൊക്കെ അന്ന് വൈകിട്ട് ദീപാരാധന നടത്തി അമ്പലവും തുറന്നു. പിറ്റേന്ന് രാവിലെ കർക്കിടക മാസം പിറ്റേന്ന് രാവിലെ ഈ പറയുന്ന കക്ഷി ഈ ഭരണസമിതിക്കാർ അവിടെ റെക്കോർഡ് ഓഫ് ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ ഒരു മരണപ്പെട്ട ഒരു വ്യക്തിയോട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ബഹുമാനമുണ്ട്. മരിച്ചു കിടക്കുന്ന ഒരു ബോഡിയോട് ഒരു ബഹുമാനം തോന്നി ആ റെക്കോർഡൊന്ന് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ദീപാരാധന നടത്താതിരിക്കാനോ അന്ന് മൈക്ക് വേണ്ട. അവർ ദീപാരാധന അല്ലാതെ നടത്തിക്കോട്ടെ, മൈക്കില്ലാതെ പ്രവർത്തിപ്പിക്കാനോ ഓട്ടെ. എന്തിന് പറയുന്നത്? 500 രൂപയിൽ താഴെ ആവത്തുള്ളൂ. ഏറ്റവും കൂടിയെന്ന് 500 രൂപ. അപവാദങ്ങൾ പറയുന്നു, അവകാശപ്പെടുത്തുന്നു, ആക്ഷേപങ്ങൾ പറയുന്നു. ഞാൻ ചോദിച്ചാൽ ആരാണ് തിരുമേനി ഇതിനകത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടുത്തെ സെക്രട്ടറിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കാരണം അദ്ദേഹത്തിന് ഈ ആക്ഷേപങ്ങൾ പറയാൻ മാത്രമേ അറിയുള്ളൂ. നാട്ടുകാരുടെ ഗുണദോഷങ്ങളും നാട്ടുകാരെ ദുഷിക്കുന്ന പണികളും. എന്നിട്ട് പറയുന്നത് ഞാനങ്ങ് ഭയങ്കര ഭക്തനാണ്, എന്നെ അയ്യപ്പൻ എന്നെ എല്ലാം കൊണ്ട് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അയാളെ സഹായിച്ചോട്ടെ, നല്ല കാര്യം. പക്ഷേ ഈ പറയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലൊരു മേൽശാന്തിയാണ് മരിച്ചത്. ശുദ്ധികലശം നടത്താൻ. എന്നിട്ട് അവരിപ്പം നോട്ടീസ് അയച്ചിറക്കിയിരിക്കുന്നു. ഈ വരുന്ന അതായത് മറ്റന്നാൾ ആഗസ്റ്റ് മാസം 8, 9 ശനി ഞായർ ദിവസങ്ങളിൽ പരിഹാരക്രിയ നടത്താറുണ്ട്. ആള് മരിച്ചിട്ട് ഈ പറഞ്ഞ കണക്ക് തിരുമേനി മരിച്ചുപോയ ആ ഒരു വിഷയം ശുദ്ധികലശം നടത്താതെ ക്ഷേത്രം തുറന്നതിന് അതൊക്കെ ചെയ്തത് ശുദ്ധ പോകൃത്തരം തന്നെയാണ്, ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ആചാരങ്ങൾ സംരക്ഷിക്കാൻ കയറിയിരിക്കുന്നവന്മാർ അവിടെ ഇരുന്നുകൊണ്ട് ആചാരം ലംഘിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. അതിനാൽ ഈ കോഴിക്കോട് കരുനാപ്പള്ളി ദേശത്തുള്ള നല്ലവരായിട്ടുള്ള ഭക്തജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയിട്ട് വേണം ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും ക്ഷേത്രത്തിൽ നടത്താൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്തൊക്കെയോ അനിഷ്ടങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഭഗവാൻ അവിടെ ഇല്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ഈ പ്രവണതകളും പ്രവൃത്തികളും കണ്ട് അദ്ദേഹം എവിടെയോ പോയിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ യാതൊരു ഐശ്വര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തിനു പറയുന്ന ഈ പറയുന്ന ദേവസ്വം ഓഫീസിൻ്റെ മുറിയിൽ നിന്ന് 5 കുപ്പി മദ്യം വരെ പിടിച്ച ഒരു പ്രവണത ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവനെയൊക്കെ എന്ത് ചെയ്തു? അല്ലെ അവൻ്റെയൊക്കെ പേരിൽ എന്ത് കേസ് കൊടുത്തു? ഞാനൊരു ലൈവ് ഇട്ടപ്പോൾ എൻ്റെ പേര് കേസ് വന്നു. ഈ പറഞ്ഞ മദ്യം 5 കുപ്പി മദ്യമാണ് പിടിച്ചത്, ഫുൾ ബോട്ടിൽ. ആ 5 കുപ്പി മദ്യം പിടിച്ചവൻ്റെ പേരിൽ ഒരു കേസെടുക്കാൻ ഇവന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം ഏതെങ്കിലും ചെറുപ്പക്കാർ. അതല്ലെങ്കിൽ ചെറുപ്പക്കാർക്കും പറ്റിയില്ലെങ്കിൽ കോടതി റിസീവർ ഭരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഓരോ ഭക്തജനങ്ങളും ആത്മാർത്ഥമായിട്ട് ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഈ പറഞ്ഞ അഷ്ടമംഗല ദേവപ്രശ്നം തന്നെ നടത്തണം. കാരണം ഭഗവാന്റെ ഇഷ്ടക്കേട്, ഭഗവാന്റെ ആ ഒരു എന്താണ് ഭഗവാന് പറ്റിയ പ്രശ്നം, പോരായ്മ എന്താണെന്ന് ഇത് അറിയേണ്ട കടമ എനിക്കും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ നാമത്തിൽ എൻ്റെ ഈ ലൈവ് വീഡിയോ ഞാൻ നിർത്തുന്നു. നമസ്കാരം.